ലോകപ്രശസ്തമായ നെഹ്റു ട്രോഫി വള്ളം കളിക്ക് ഒരു ദിവസം മാത്രമേ ഇനി ബാക്കിയുള്ളൂ. പരിശീലന ക്യാമ്പുകളൊക്കെ വലിയ ആവേശത്തിലാണ്. 21 ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ 71 വള്ളങ്ങളാണ് പോരടിക്കുന്നത്. ഈ ജലമേള നെഹ്റു കപ്പ് സ്വന്തമാക്കാനുള്ള കഠിന പരിശ്രമം ക്യാമ്പുകൾ നടക്കുന്നു. ജലമേളയിൽ നെഹ്റു ട്രോഫിയിലെ സ്റ്റാർ ടീമായ UBC കൈനകരിയുടെ ക്യാമ്പിൽ നിന്ന് അശ്വിൻ പാലാഴി തയ്യാറാക്കി ആവേശം പകരുന്ന റിപ്പോർട്ടിലേക്ക്. അശ്വിൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അശ്വിൻ, നമുക്കൊന്ന് പൊളിക്കണം മറ്റന്നാൾ, പറയൂ. തീർച്ചയായും ഇപ്പോൾ തന്നെ പൊളി തുടങ്ങിയിരിക്കുകയാണ്. എസ്കെൻ കഴിഞ്ഞ കുറേ നാൾ, ഏകദേശം ഒരു മാസക്കാലമായി തന്നെ ആലപ്പുഴ ഈ നെഹ്റു ട്രോഫിക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് UBC കൈനകരിയുടെ ക്യാമ്പിലാണ്. നെഹ്റു ട്രോഫിയോളം തന്നെ ചരിത്രമുള്ള ഒരു ഒരു ബോട്ട് ക്ലബ്ബാണ് UBC കൈനഗിരി. ഏറ്റവും കൂടുതൽ തവണ നെഹ്റു ട്രോഫി നേടിയ ക്ലബ്ബ് എന്നുള്ള റെക്കോർഡ് ഇതുവരെ പൊളിക്കാൻ മറ്റൊരു ടീമിനായിട്ടില്ല. എന്തായാലും ഇത്തവണയും കഠിന പരിശ്രമമാണുള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് കൈനഗിരിയിൽ തന്നെ UBCയുടെ പരിശീലന ക്യാമ്പിലാണ്. ഇത് തൊഴിച്ചിലുകാരൊക്കെ എല്ലാത്തിനും റെഡിയായിരിക്കുകയാണ്. ഇന്ന് അവസാന ക്യാമ്പാണ്, അവസാന പരിശീലനമാണ്. ഇന്ന് ഉച്ചയോടുകൂടി ഇവർ തിരികെ വിശ്രമത്തിനായി കയറും. നാളെയും വിശ്രമ ദിവസമാണ്. മറ്റന്നാളാണ് ഈ വള്ളംകളിയിലേക്ക് പോകുന്നത്. എന്തായാലും എല്ലാം തയ്യാറാണ്. ഇത്തവണ ഈ നെഹ്റു ട്രോഫി കൈനഗരിയിലേക്ക് കൊണ്ടുവരും എന്നുള്ള ഒരു ഉറച്ച വാശിയല്ലേ? എന്താണ് പ്രതീക്ഷ? കിട്ടുമോ? പ്രതീക്ഷ 100% നമ്മൾ കപ്പെടുക്കും. കഠിന പരിശ്രമമായിരുന്നു. അതെ, 48 ദിവസത്തോളം ഉള്ള ഒരു പരിശീലനമായിരുന്നു നമ്മുടെ. ഉറപ്പാണ്? 100% ഉറപ്പാണ്. ഇപ്പോൾ ഈ ക്ലബിന്റെ പരമാത്മാവും ജീവാത്മാവും ഒക്കെ പത്മകുമാർ, പപ്പൻ എന്ന കൈനഗരിക്കാർ വിളിക്കുന്ന പപ്പൻ ചേട്ടൻ ഇപ്പോൾ ചേരുകയാണ്. ചേട്ടാ, എങ്ങനെ ഉണ്ടായിരുന്നു ക്യാമ്പിൽ? ഒരു പൂർത്തിയായി ഇന്ന് പരിശീലനം അവസാനിപ്പിക്കുകയാണ്, എന്തു തോന്നുന്നു? തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. അങ്ങേയറ്റം നന്നായി കുട്ടികൾ പരിശീലനം നടത്തി. അതിൻ്റെ റിസൾട്ട് എന്തായാലും 30-ാം തീയതി വൈകുന്നേരം പുന്നമുടക്കായൽ ഉണ്ടാവുന്നതിനുള്ള പ്രതീക്ഷയാണ്. ബാക്കിയെല്ലാം ഇനി ദൈവാനുഗ്രഹവും ഈശ്വരാനുഗ്രഹവുമാണ്. ഞങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ കഠിന പരിശീലനങ്ങളും ചെയ്തു കഴിഞ്ഞ് ചിട്ടയായ പരിശീലനം 40 ദിവസത്തെ ക്യാമ്പ് ചെയ്താണ്. UBCയുടെ ചരിത്രത്തിൽ ഇത്രയും നീണ്ട ഒരു പരിശീലന കാലയളവ് ഉണ്ടായിട്ടില്ല. അതുപോലെയുള്ളൊരു പരിശീലനം ഇത്തവണ നടത്തിയത്. അതുകൊണ്ട് തീർച്ചയായിട്ടും 30-ാം തീയതി ഒരു റിസൾട്ട് നമ്മൾക്ക് അനുകൂലമായ ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ്. എസ്കെൻ, എന്തായാലും അതാ അവസാനഘട്ട ഒരുക്കങ്ങളിലാണ്. 1960-കൾ മുതൽ അന്നുണ്ടായിരുന്ന ക്ലബ്ബുകളുടെയൊക്കെ കുത്തക അവസാനിപ്പിച്ചാണ് UBC കയറി വരുന്നത്. UBC മാത്രമല്ല, എല്ലാ ക്ലബ്ബുകളും കഠിന പരിശ്രമത്തിലാണ്. എല്ലാ ക്ലബ്ബുകളുടെയും പരിശീലനം ഇന്ന് അവസാനിക്കുകയാണ്. കുമരകത്ത് നിന്നടക്കം ക്ലബ്ബുകൾ ഇത്തവണ പങ്കെടുക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ തവണ 12 ചുണ്ടൻ വള്ളങ്ങളാണെങ്കിൽ ഇത്തവണ 21 വള്ളങ്ങളാണ്, ചുണ്ടൻ വള്ളങ്ങളാണ് മത്സരത്തിനിറങ്ങുന്നത്. ഒപ്പം മറ്റ് 9 വിഭാഗങ്ങളിലായി മറ്റു വള്ളങ്ങളുമുണ്ട്. എന്തായാലും ഇതാ ഇവർ പരിശീലനത്തിലേക്ക് പോവുകയാണ്. ആ ആർപ്പുവിളികളോടെ നമുക്ക് എന്തായാലും ക്യാമ്പിലേക്ക് പോവാം. ഒന്ന് അടിച്ച് ആ ഒരു ആർപ്പുവിളി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണെങ്കിൽ നമുക്ക് മറ്റു വാർത്തകളിലേക്ക് കൊടുക്കാം. ഇതാ ആവേശത്തിലേക്ക് പോവുകയാണ്. നമ്മുടെ എല്ലാ സജ്ജീകരണങ്ങളും നെഹ്റു ട്രോഫിക്ക് വേണ്ടി നമ്മളും തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മുടെ ദ്രോണാചാര്യ, അരുൺ എഴുപണ്ണി അടക്കമുള്ള നമ്മുടെ സംഘവും ആലപ്പുഴയിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും ഇതാ ക്ലബ്ബുകൾ അവസാന ദിവസത്തെ പരിശീലനത്തിലേക്ക് കടക്കുകയാണ്. പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. എന്നാലും പുന്നമടക്കായലിലെ ഓളങ്ങൾ മറ്റന്നാൾ ഇളകുമെന്ന് മാത്രമല്ല, വളരെ ആവേശം പകർന്നൊരു മത്സരമായിരിക്കും. പോരാട്ടത്തിന് മറ്റുള്ളവരും പരിശീലനത്തിനാണ്, കടുത്ത പരിശീലനമാണ്. ഭാരിച്ച ചെലവുള്ള പരിപാടി തന്നെയാണ് ഈ ആലപ്പുഴ ബോട്ട് റേസ് എന്ന് പറയുന്നത്. നെഹ്റു ട്രോഫി വള്ളംകളി കാണാൻ ഈ ആലപ്പുഴക്കാർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഇപ്പോൾ തന്നെ ആലപ്പുഴ എത്തിക്കഴിഞ്ഞു. നമ്മളും കൂടി അണിചേരും. ഞാനും അതുപോലെ വിജയകുമാറും ആഷ്മി താജ് ഇബ്രാഹിം 3 പേരും ചേർന്ന് നമ്മളൊന്ന് പൊളിക്കും. പ്രിയപ്പെട്ട പ്രേക്ഷകർ നമ്മോടൊപ്പം ചേർന്നാൽ മറ്റന്നാൾ നമ്മൾ ആലപ്പുഴയിലേക്ക് എത്തും. തലയിൽ കെട്ടുമായിട്ട് നമ്മൾ ഇറങ്ങും. പിന്നെ ആ കെട്ട് നമ്മൾ അഴിക്കുന്നത് ആരാണ് ഈ കപ്പടിക്കുന്നതെന്ന് അറിഞ്ഞതിന് ശേഷം ആ കപ്പ് മേഘക്കീറുകൾക്കിടയിൽ ക്യാമറ നമ്മൾ തിരികെ വെക്കാൻ തയ്യാറായിട്ടുണ്ട്. ഓമന ക്യാമറയുമായിട്ട് നമ്മളവിടെ ഇറങ്ങുമ്പോൾ നിങ്ങളവിടെ ഉണ്ടാകണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.